ഈ ജഗത്ത് രൂപത്തെ വികാസം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? സംശയം? അറിയില്ലേ? സം ആദി. ആദി എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം, സഹജമായ സ്വന്തമായ ഇരിപ്പിടം. ആധാനം എന്നും പറയും, ആദി എന്നും പറയും. സമ്യക് എന്ന് പറഞ്ഞാൽ വേണ്ടവണ്ണമുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ എവിടെയായിരിക്കുന്നത്? കസേര എവിടെയായിരിക്കുന്നത്? ഭൂമി എവിടെയായിരിക്കുന്നത്? സോളാർ സിസ്റ്റം എവിടെയായിരിക്കുന്നത്? സ്പേസ് എവിടെ ഇരിക്കുന്നത്? ബോധം എവിടെ ഇരിക്കുന്നത്? ഇവിടെ തന്നെ ഇരിക്കുന്നു അല്ലേ? അങ്ങനെ ആ ഒരു ബോധത്തിലാണ് എൻ്റെ ഉണ്മ. ഞാൻ ഇരിക്കുന്ന ഒരു കസേരയിലല്ല, ഞാൻ ഇരിക്കുന്നത് ബോധത്തിലാണ്. ബോധമാണ് ഞാൻ എന്നറിഞ്ഞ് ആ ബോധത്തിൽ സ്വയം ഇരിപ്പിടം കണ്ടെത്തുന്നത് തന്നെയാണ് സമാധി. സമ്യക്കായിട്ടുള്ള വേണ്ടവണ്ണമുള്ള ആദി, ആധാരം. എന്താ അതൊക്കെ ആചാരത്തിൻ്റെ കാര്യമാണ്. ഞാൻ ആചാരത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത്. നിങ്ങൾ എന്നോട് ചോദിച്ചതും ആചാരത്തിൻ്റെ കാര്യമല്ല, സമാധിയുടെ അർത്ഥമാണ് ചോദിച്ചത്. അത് ഞാൻ പറഞ്ഞു. പിന്നെ പലതരത്തിലുള്ള പല ആചാരങ്ങൾ നിലനിർത്തുന്നതിനെപ്പറ്റി ചോദിച്ചാൽ അവരോട് ചോദിക്കണം, നിങ്ങളെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഏതർത്ഥത്തിലാണ് ചെയ്യുന്നതെന്ന് അവരോട് ചോദിക്കണം. ഞാൻ ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്നെങ്കിൽ എന്നോട് ചോദിക്കാം എന്ന് പറഞ്ഞാൽ പോരാ, മഹാസമാധി എന്ന് തന്നെ പറയണം. എങ്കിലേ ഗുരുവിന് മഹത്വം ആയുള്ളൂ എന്ന് കരുതുകയാണെങ്കിൽ ശരി പറഞ്ഞു. അപ്പോൾ എനിക്ക് എല്ലാവരെയും ഇപ്പോൾ തിരുത്താനൊന്നും പറ്റില്ല. തെറ്റ് ചെയ്യാതെ, തെറ്റായിട്ടുള്ള ധാരണ വെച്ച് പുലർത്താതെ ജീവിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. ജയിച്ചിട്ടുണ്ടോ ഇല്ലയൊന്നും ഞാൻ പറയുന്നില്ല. എന്ന് ഞാൻ ആചരിച്ചാൽ പോരല്ലോ. പിന്നെ അതിനുള്ള ശ്രമം നടത്തേണ്ടത് ആരാണ്? അതെങ്ങനെ എവിടെയെങ്കിലും പോയി ശ്രമിച്ചാൽ മതിയോ? ശ്രമിക്കാനായിട്ട് എവിടെ പോകണം? ഒന്നും പോകണ്ട, അവരവരിൽ തന്നെ ഇരുന്നാൽ മതി. അങ്ങനെ അതിനൊക്കെയാണ് ധ്യാനം എന്നൊക്കെ വിളിക്കുന്നത്. അവരവരിൽ തന്നെ അമർന്നിരുന്നുകൊണ്ട് ഈ സത്യം അവരവരിൽ തന്നെ കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തുമ്പോൾ മനസ്സിലാകും, ഇനി എനിക്കൊന്നും അറിയേണ്ടതില്ല എന്ന്. എല്ലാ സംശയങ്ങളും തീർന്നിരിക്കുന്നു എന്ന് മനസ്സിലായി എന്നും കൂടെ വെളിപ്പെടും. ഇപ്പോൾ ഇവിടെ ചോദ്യം ചോദിക്കാൻ പറഞ്ഞു ആരും ചോദ്യം ചോദിക്കുന്നില്ല. രണ്ടു തരത്തിൽ കണക്കെടുക്കാം. എല്ലാവരും മഹാജ്ഞാനികളായി. അതുകൊണ്ട് ഇനി സംശയമൊന്നുമില്ല. പിന്നെ സംശയം ചോദിക്കാത്ത ഒരു കൂട്ടരെന്താരാണ്? തനിമടയന്മാർ. അവരുടെ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇതിൽ രണ്ട് കാറ്റഗറിയിൽപ്പെട്ട അല്ലാത്തവരാണോ നിങ്ങൾ? എനിക്കറിയില്ല നിങ്ങൾ ഏതിൽപ്പെട്ടതാണ്. എന്തായാലും സംശയം ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്ന് പറയും. എന്നാലും ഗുരുക്കന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഈ ജ്ഞാനം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? അത് ഒന്ന് ഗുരുക്കന്മാർ ഉപനിഷത്തുകളിലും പറയും, ഗുരുവും പറയും, അമൃതത്വം അശ്നുതേ. രണ്ട്, സകല ഇനി സംശയങ്ങളൊന്നും
എന്നിൽ ശേഷിക്കുന്നില്ലല്ലോ എന്നൊരു തോന്നൽ. പിന്നെ അല്ല, എനിക്കിപ്പോൾ ഒരു കെട്ടുപാടും ഇല്ലല്ലോ, ഞാൻ സ്വതന്ത്രനാണല്ലോ. ഓ, ഞാൻ മുക്തനാണ്, ഞാൻ മോചിതനായി കഴിഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് മുക്തി ആവശ്യമില്ല, ഞാൻ മുക്തനാണ്. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ജഗത്ത് രൂപത്തെ വിലാസം ചെയ്തുകൊണ്ട്